അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന ഭഗവത്ഗീത ഭാഷ്യപാരായണാഞ്ജലിക്ക് സമാപനമായി. സമാപന സഭ പണ്ഡിതരത്നം മഹാമഹോപാധ്യായ ഡോക്ടർ ജി ഗംഗാധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവംബർ 27 മുതൽ നടന്ന ഗീതാമൃതം 2024 ഭഗവത്ഗീത ഭാഷ്യ പാരായണാഞ്ജലിക്ക് സമാപനമായി. പണ്ഡിതരത്നം മഹാമഹോപാധ്യായ ഡോക്ടർ ജി ഗംഗാധരൻ നായർ സമാപന സഭ ഉദ്ഘാടനം ചെയ്തു. എന്താണ് കാലിക പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും എന്താണോ അറിയേണ്ടത് അതെല്ലാം നൽകുവാനുള്ള കഴിവ് ശാസ്ത്രത്തിനുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗീതയുടെ ഒരു ഭാഗമാണ്. അത് ദുഃഖങ്ങളുടെ നിവർത്തിക്കൽ. നമ്മളെല്ലാവരും ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു കാര്യമാണ് ദുഃഖം. ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ദുഃഖം. എങ്ങനെയാണ് ദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാവുക? ഇതാണ് ഒരു വിധത്തിൽ നോക്കിയാൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രധാന വിഷയം. ക്ഷേത്രം ട്രസ്റ്റിയും തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രം തന്ത്രിയുമായ NR സതീശൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചിന്മയ ഇന്റർനാഷണൽ ഫൌണ്ടേഷന്റെ മുഖ്യ ആചാര്യൻ പൂജനീയ സ്വാമി ശാരദാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണവും പൂജനീയ സ്വാമി ശിവസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഗീതാമൃതം 2024 നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് വേദിയിൽ സമ്മാനങ്ങൾ നൽകി. മൂന്നാം സ്ഥാനം ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി NR പ്രദീപ് നമ്പൂതിരിപ്പാട്, KK പുഷ്പാങ്കദൻ, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, നാരായണ ശർമ്മ AV, രാജശേഖരൻ MG എന്നിവർ പ്രസംഗിച്ചു. ഭഗവത്ഗീതയുടെ തുടർച്ചയായ പഠനത്തിന് ക്ഷേത്രത്തിൽ ജനുവരി മുതൽ വേദി ഒരുക്കുമെന്ന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.